എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നതായിരിക്കാം, പക്ഷേ ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 4 നല്ല എരിവുള്ള പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അതേപോലെ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളിയും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചതച്ച ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. പച്ചമുളകും ഈ ചതച്ച മുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സവാളയും നമ്മുടെ വെണ്ടയ്ക്ക എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇനിയിപ്പോൾ ഞാനിത് അടച്ച് വെച്ച് വേവിക്കുന്നില്ല. ഞാൻ എപ്പോഴും ഇതേപോലെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കാറ്. അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങോട്ട് കുഴഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ അടച്ച് വെക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇതേപോലെ ചെയ്തെടുത്താലും നന്നായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അടി പിടിക്കില്ല. എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. അധികം എന്താ പറയുക, ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഞൊടിയിടയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പും ഇതൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും പാകത്തിനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ നിങ്ങൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതേപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്